വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളം ഇന്ന് ഒരുപാടധികം മാറ്റങ്ങളിലൂടെ കടന്നുപോയി ഭ്രാന്താലയമായിട്ടും അതിനും ഒരുപടി മുകളിലായിട്ട് ഇമോഷൻസ് ഇല്ലാത്ത, വികാരങ്ങളില്ലാത്ത, മനസാക്ഷിയില്ലാത്ത യുവതലമുറയുടെ നാടായിട്ട് പോലും പതിയെ മാറി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ യുവതലമുറയുടെ ഇടയിൽ ആത്മഹത്യയും വയലൻസും അഥവാ ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളും ഡ്രഗ്സിൻ്റെ ഉപയോഗവും ഒക്കെ കൂടി വന്ന കാഴ്ചകളാണ്, റിപ്പോർട്ടുകളാണ് ഈ കഴിഞ്ഞ നാളുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് ഒരു അന്വേഷണമാണ്. എന്താണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ഇതിനെല്ലാമുള്ള കാരണങ്ങൾ? എന്താണ് ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ, പരിഹാരങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണിത് എന്ന കാര്യം കൊണ്ടാണ് ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2025 ആരംഭിച്ച് 2 മാസങ്ങൾ പിന്നിട്ട് 3ാമത്തെ മാസമായിട്ടുള്ള മാർച്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ യുവതലമുറയുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച പല വിഷയങ്ങളാണ് അരങ്ങേറി കഴിഞ്ഞിരിക്കുന്നത്. അതിൽ പലതിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡ്രഗ്സിൻ്റെ സാന്നിധ്യവും വലിയ തോതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിലേക്കും അതിൻ്റെ പരിഹാരങ്ങളിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, അതിൻ്റെ തീവ്രതയെക്കുറിച്ച് ആദ്യമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 2025 നമ്മളേവരും ഉറ്റുനോക്കിയിട്ടുള്ള ആദ്യമായിട്ട് വലിയ തോതിൽ സംസാര വിഷയമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മെഹർ അഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് 26ാമത്തെ നിലയിൽ നിന്നും എടുത്തു ചാടിക്കൊണ്ട് മെഹർ എന്ന ആ 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത് എക്സ്ട്രീം ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. വളരെ ക്രൂരമായിട്ടുള്ള, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ തൻ്റെ സഹപാഠികളിൽ നിന്ന്, സമപ്രായക്കാരിൽ നിന്ന് നേരിട്ടത് കാരണം തന്നെയായിരുന്നു, അത് താങ്ങവയ്യാതെ വന്നത് കാരണമൊക്കെ തന്നെയായിരുന്നു മെഹർ എന്ന ആ വിദ്യാർത്ഥി, ആ 15 വയസ്സുകാരൻ തൻ്റെ ജീവനൊടുക്കിയത്. പക്ഷേ ഇവിടെ സംഭവിച്ച നമ്മളേവരെയും ഞെട്ടിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മെഹറിൻ്റെ ആത്മഹത്യ പോലും ആഘോഷമാക്കി മാറ്റുന്ന അവൻ്റെ സഹപാഠികൾ, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, സമപ്രായക്കാർ. തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള, ഇമോഷൻസ് ഇല്ലാത്ത, വികാരങ്ങളില്ലാത്തൊരു യുവതലമുറ എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. മെഹറിൻ്റെ കാര്യത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ടോയ്ലറ്റ് സീറ്റ് പോലും അവനെ കൊണ്ട് നക്കിപ്പിക്കുന്ന രീതിയിലേക്ക് പോലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ആ വിദ്യാർത്ഥികളിൽ നിന്ന് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെയും മെഹറിന് വേണ്ടിയിട്ട് ഹാഷ്ടാഗുകൾ ഉയരുന്നുണ്ട്. ജസ്റ്റിസ് ഫോർ മെഹർ എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ തോതിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ അടുത്തൊരു വലിയ വിഷയത്തിലേക്ക് കേരളവും ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മളും ഒരുപോലെ തന്നെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോട്ടയം നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് വളരെയധികം മൃഗീയമായിട്ടുള്ള, വളരെയേറെ ക്രൂരമായിട്ടുള്ള ചില കൃത്യങ്ങൾ തന്നെയായിരുന്നു. 1ാം വർഷ വിദ്യാർത്ഥികളോട് അവിടുത്തെ 3rd years 3ാം വർഷ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ അതിക്രമം. ഈ കുട്ടികളൊക്കെ തന്നെയും ഹോസ്റ്റൽ മുറിയിലെ കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ട് കോമ്പസ് കൊണ്ട് അവരുടെ ശരീരത്തിൽ കുത്തിയിറക്കി, അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ, അതിൽ നിന്ന് ചോര പൊടിയുമ്പോൾ അതിലേക്ക് ബോഡി ലോഷൻ ഒഴിച്ച്, ഈ സമയങ്ങളിലെ ഈ വിദ്യാർത്ഥികൾ, ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പൊളിയുമ്പോൾ, ഉറക്കെ അലറിക്കരയുമ്പോൾ അവരുടെ വായിലേക്ക് ബോഡി ലോഷനും ഫേസ് ക്രീമും എല്ലാം ഒഴിച്ചുകൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ തന്നെയായിരുന്നു അവിടെയും അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിനും ഒരുപടി മുകളിലായിട്ട് വ്യായാമത്തിന് വേണ്ടി, എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡമ്പൽ പോലുള്ള വസ്തുക്കളൊക്കെ തന്നെയും ആ 1ാം വർഷ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കുകയും നിഷ്കരണം, അതിക്രൂരമായ നിലയിൽ യാതൊരു വിധത്തിലുള്ള മനസാക്ഷിയും ഇല്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് ഇതൊക്കെ തന്നെയും വീഡിയോ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തത് ഈ നാടിൻ്റെ യുവതലമുറ തന്നെയാണ്. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3ാം വർഷ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അവരുടെ സഹപാഠികളായിട്ടുള്ള മുതിർന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ വിഷയങ്ങളിൽ 3 വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് പിന്നീട് പരാതി നൽകുന്നതോട് കൂടിയിട്ടാണ് വളരെ ക്രൂരമായ നിലയിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പുറം ലോകം അറിയുന്നത്. പിന്നീട് പോലീസ് കേസെടുക്കുന്നതും അക്രമകാരികളായിട്ടുള്ള ആ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. മാത്രമല്ല ഈ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും മദ്യപിക്കാൻ വേണ്ടിയിട്ട് പണപ്പിരിവ് കൂടെ ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയിരുന്നു എന്ന കാര്യം കൂടെ നമുക്കവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ അടുത്ത വലിയൊരു ന്യൂസ് തന്നെ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു വാർത്ത തന്നെ പുറത്തേക്ക് വരികയാണ്. 23 വയസ്സുകാരനായിട്ടുള്ള യുവാവായിട്ടുള്ള അഫാൻ
തൻ്റെ വീട്ടുകാരെ അതിക്രൂരമായ നിലയിൽ തന്നെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്, നമ്മളേവരും ഒരുപോലെ തന്നെ ഏറ്റെടുത്തത്, നമ്മളേവരും ഒരുപോലെ തന്നെ ചർച്ച ചെയ്തത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ധൈര്യത്തിന് വേണ്ടി ഒരല്പം മദ്യം കഴിച്ചതിന് ശേഷം തൻ്റെ സ്വന്തം മാതാവിനെ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനുശേഷം തൻ്റെ മുത്തശ്ശിയെ വകവരുത്തുകയും അങ്ങനെ തുടങ്ങി തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കി താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളെയും അതിക്രൂരമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്തിയ അഫാനും ഈ കേരളത്തിൻ്റെ യുവതലമുറയിൽപ്പെട്ട ഒരു യുവാവ് തന്നെയാണ്. അയാൾ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് പറയുന്നത് പ്രാരാബ്ദങ്ങൾ തന്നെയാണ്. തൻ്റെ കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കേണ്ടിയിരുന്ന അഫാൻ ചെയ്തൊരു കാര്യം, തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ഒക്കെ കടം തനിക്കൊരു വലിയ ബാധ്യതയായിട്ട് വരുമോ എന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളെ ഓരോന്നായിട്ട് അയാൾ കൊന്നു തള്ളുകയും അതും അവരുടെയൊക്കെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിക്രൂരമായ നിലയിൽ തല്ലിച്ചതച്ച് വളരെയധികം മൃഗീയമായ നിലയിൽ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ഏറ്റവും അവസാനം വിഷം കഴിച്ച് വഴിയിൽ കണ്ട ആളുകളോട് കുശലാന്വേഷണവും നടത്തിയിട്ടാണ് അഫാൻ എന്ന 23 വയസ്സുകാരൻ കീഴടങ്ങാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളേവരെയും ഞെട്ടിച്ച, നമ്മളുടെ ഏവരെയും മനസാക്ഷിയെപ്പോലും ഞെട്ടിച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് കേരളത്തിൽ അരങ്ങേറിയത്. അപ്പോഴും നമ്മൾ പറഞ്ഞു, വികാരങ്ങളില്ലാത്ത മനസാക്ഷിയില്ലാത്തൊരു യുവതലമുറയാണോ നമുക്ക് ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പുതിയൊരു വിഷയത്തിലേക്ക് മാധ്യമ ശ്രദ്ധ പൂർണ്ണമായിട്ടും തിരിഞ്ഞിരിക്കുന്നു. താമരശ്ശേരിയിലെ ട്യൂഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന ഒരു വിഷയം, അത് പിന്നീട് ഒരു ഗൂഢാലോചനയിലേക്ക് പോലും എത്തിച്ചേർന്നുണ്ട്. മുൻകൂട്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂട്ടത്തല്ലിലേക്ക് അത് പതിയെ നീങ്ങുന്നുണ്ട്. ഒടുവിൽ ആ കൂട്ടത്തല്ലിൽ വെച്ചുകൊണ്ട് നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഏറ്റിട്ടുള്ള, തൻ്റെ ചെവിക്ക് മുകളിലായിട്ട് ഏറ്റിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രഹരം കാരണം തലയോട്ടി തകരുകയും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് സംഭവിക്കുകയും ഏറ്റവും അവസാനം 15 വയസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് എന്ന ബാലൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇവിടെയും നമ്മളേവരെയും വലിയ തോതിൽ തന്നെ ആശ്ചര്യപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ, ഞെട്ടിച്ച ചില കാര്യങ്ങളുണ്ടായി. അത് ഈ വിദ്യാർത്ഥികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്കും അവർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് അവരെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പോലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ആസൂത്രണം ചെയ്തുകൊണ്ട് നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ പോലും എടുത്തിറങ്ങിയിട്ടാണ് ഈ കേരളത്തിൻ്റെ യുവതലമുറ ഇത്തരം ഒരു വിഷയത്തിലേക്ക്, ഇത്തരം ഒരു ക്രൂര കൃത്യത്തിലേക്ക്, ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അവിടെയായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയും അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാർത്തയും പുറത്തേക്ക് വരുമ്പോൾ നമ്മളേവരും ഒരുപോലെ തന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. വികാരങ്ങളില്ലാത്ത, മനുഷ്യത്വരഹിതമായിട്ടുള്ള അതിക്രൂരമായ രീതിയിലുള്ള ചെയ്തികൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒന്നിനും മടിക്കാത്തൊരു യുവതലമുറയാണോ നമുക്ക് ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഷഹബാസിൻ്റെ കൊലപാതകത്തിന് പുറകിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുറ്റകൃത്യം നടപ്പിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ സഹപാഠികൾ തന്നെയായിരുന്നു. സമപ്രായക്കാരായിട്ടുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത്? എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക്? എന്താണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇത്തരം അതിക്രൂരമായിട്ടുള്ള വയലൻസുകളെ പറ്റി നമ്മൾ പരാമർശിക്കുമ്പോൾ ഡ്രഗുകളെക്കുറിച്ചും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറഞ്ഞേ മതിയാവും. ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് പല ദിവസങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകളായിരുന്നു വലിയ തോതിൽ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള മകൻ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, വീട്ടുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാണ് അത്തരം ഒരു വാർത്ത വന്നത്, ആരായിരുന്നു അത് ചെയ്തതെന്ന കാര്യത്തെക്കുറിച്ച്. കാരണം അത്രയധികം വാർത്തകൾ, ഇതേ ഒരു പാറ്റേണിലുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ നമ്മളേവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളാണ് ഇത്തരത്തിൽ വയലൻസുമായി ബന്ധപ്പെട്ട, ഡ്രഗുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും എന്നോണം എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഈ ഡ്രഗുകളെ പറ്റി പരാമർശിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട 2023 കേരള പോലീസിൻ്റെ ഒരു സർവേ ഉണ്ട്. അത് പ്രകാരം 21 വയസ്സിന് താഴെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 40% 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇപ്പോൾ ഈ ഡ്രഗുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത് ചിലപ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വല്ല കുറ്റി ബീഡിയോ അല്ലെങ്കിൽ കുറ്റി സിഗരറ്റോ ഒക്കെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല കള്ളോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ എക്സ്ട്രീം ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വല്ല കഞ്ചാവോ ആയിരിക്കും എന്നതായിരിക്കും നിങ്ങളുടെ ചിന്ത. എന്നാൽ അതിനും ഒരു പടി മുകളിലേക്ക് മാറി അതിമാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് MDMA പോലെയുള്ളവയൊക്കെ തന്നെയാണ് കേരളത്തിലെ പോലും യുവതലമുറയുടെ ഇടയിലൂടെ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും കൂടുതലായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ 10ാമത്തെ വയസ്സ് മുതൽക്കേ തന്നെ കുട്ടികളിലേക്ക് ഡ്രഗ്സ് എത്തുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ചില ചോക്ലേറ്റ്സിലൊക്കെ തന്നെയും ഡ്രഗിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആകെ മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ അതിമാരകമായിട്ടുള്ള സ്വന്തം ജീവൻ പോലും അപഹരിക്കാൻ ശേഷിയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് MDMA പോലുള്ളതൊക്കെ തന്നെയും ഉപയോഗിക്കുന്ന ഈ ആളുകൾക്ക് എന്ത് മനസാക്ഷി, എന്ത് ഇമോഷൻസ്, എന്ത് വികാരങ്ങൾ, എന്ത് അമ്മ, എന്ത് പെങ്ങൾ, എന്ത് അയൽവാസി, എന്ത് സഹപാഠി, അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇതിൻ്റെയൊക്കെ തന്നെയും മൂല കാരണങ്ങളിലേക്ക്, അതായത് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്കിടയിലുള്ള കേരളത്തിൻ്റെ യുവതലമുറയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ജൻസികൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വയലൻസുമായി ബന്ധപ്പെട്ട, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ സൂയിസൈഡുകളുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒക്കെ തന്നെയുമുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുമ്പോൾ അവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ തന്നെയും എല്ലാവരും ഒരുപോലെ തന്നെ എടുത്തു പറയുന്ന, നമ്മളേവരും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട, കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട 1-2 വിഷയങ്ങളുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്നത് സിനിമകൾ, ഗെയിമുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ തന്നെയും വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ്. അത് നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് കണ്ണടച്ച് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വലിയ തോതിൽ തന്നെ ഈ കുട്ടികളായിട്ടുള്ള ആളുകളെ, കേരളത്തിൻ്റെ യുവതലമുറയെ ഇതൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ സ്വാധീനം തന്നെ ഇത്തരം കാര്യങ്ങൾ അവരുടെ ഒക്കെ തന്നെയും കുഞ്ഞു മനസ്സിൽ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെയധികം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിരന്തരമായിട്ട് സിനിമകളിലൂടെയും മറ്റുമൊക്കെ കാണുന്ന അവസരത്തിൽ അതൊക്കെ തന്നെയും ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് വയലൻസ് ബിഹേവിയർ അവരുടെ ഒക്കെ തന്നെ ഉള്ളിൽ ജനിപ്പിക്കാൻ വലിയ തോതിൽ തന്നെ കാരണമായിട്ട് മാറുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ചെറിയ കുട്ടികൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തലമുറയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ സ്വന്തം മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് വെക്കടാ, അവനെ വെടിവെച്ച് കൊല്ലടാ, അവനെ വെട്ടിക്കൊല്ലടാ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ തന്നെയാണ് ഈ ചെറിയ കുട്ടികൾ പോലും വലിയ തോതിൽ തന്നെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ വെടിവെച്ച് അതിക്രൂരമായ രീതിയിൽ കൊല്ലുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടി ചോര തെറിപ്പിച്ചുകൊണ്ട് കൊല്ലുന്നതൊക്കെ തന്നെയും ഈ മൊബൈൽ ഫോണിലൂടെ നിരന്തരമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗെയിമുകളിലൂടെ നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ വളരെയധികം മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇവർ എത്തിച്ചേരുന്ന അവസരത്തിൽ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഇവർക്ക് ഓൾറെഡി ഇതൊക്കെ കണ്ടുള്ള ശീലം വലിയ തോതിൽ തന്നെ മനസ്സിലുണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ അവർ ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ, ഈ കുട്ടികളായിട്ടുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയായിട്ട് പല വാർത്തകളും നമ്മൾ കാണുന്ന ഒരു കാര്യം, സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് കൊലപാതകം ചെയ്തു, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും സിനിമയും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കണ്ടൻസ് ആണെങ്കിലും ഗെയിമുകളാണെങ്കിലും ഒക്കെ തന്നെയും എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് കൃത്യമായിട്ട് അറിയാത്ത ഈ വിദ്യാർത്ഥികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കുട്ടികളായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അവർ വഴി തെറ്റാൻ വലിയൊരു കാരണമായിട്ട് പോലും ഇതിനെയും വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നായിട്ട് ഇത് മാറുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതായത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യത്യസ്ത വിഷയങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ക്രൂരമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങളും ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളും തങ്ങൾക്ക് നേരിട്ടു എന്നുള്ള കാര്യങ്ങൾ അതിൽ ആരും അങ്ങനെ കൂടുതലായിട്ട് വീട്ടിൽ പറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അവസരത്തിൽ അത് ഒരു കുറച്ചിലായിട്ട്, വീട്ടിലൊക്കെ പറയുന്ന ഒരു കുറച്ചിലായിട്ടൊക്കെ മൂടി വെക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള പാരൻസിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എങ്കിൽ എന്തും തങ്ങൾക്ക്
പാരൻസിനോട് തുറന്ന് പറയാൻ സാധിക്കുമെന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പല വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെയൊക്കെ തന്നെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അതിന് പകരമായിട്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്താതെ നിങ്ങളുടെ തിരക്കുകളും നിങ്ങളുടെ മൊബൈൽ ഫോൺ ജീവിതമൊക്കെ ആയിട്ട് നിങ്ങളങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല. ഇവിടെ ഈ പറഞ്ഞ ക്രൂരകൃത്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾക്കും മാതാപിതാക്കളുണ്ട്, അതൊക്കെ തന്നെയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കളുണ്ട്. ഇവിടെയൊക്കെ തന്നെയും മാതാപിതാക്കളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങളെ, ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ ഒക്കെ തന്നെയും മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും സാധ്യമാകുമായിരുന്നു. മാത്രമല്ല ഈ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളും പലപ്പോഴും ഈ കുട്ടികളെ വലിയ തോതിൽ ഈ ഡ്രഗ്സിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളും പഠനങ്ങളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തങ്ങൾ വലിയൊരു മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീട്ടിൽ പോലും അത് കൃത്യമായിട്ട് പറയാൻ ഉള്ളൊരു സ്പേസ് ലഭിക്കാതെ വരുമ്പോൾ പതിയെ അവർ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് ഡ്രഗ്സിലേക്ക് എത്തിച്ചേരും. ഈ ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസം, ഒരു സമാധാനമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങുമ്പോൾ പതിയെ നിരന്തരമായിട്ട് ആ ഡ്രഗ്സിലേക്ക് അവർ പോയിക്കൊണ്ടേയിരിക്കും. പിന്നീട് അവർ അതിന് അടിമപ്പെടും. ഇതെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ മക്കൾ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ആ ഡ്രഗുകൾക്കൊക്കെ തന്നെയും അടിമപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പാരൻസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും തിരിച്ചറിയുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയുന്നത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഡ്രഗ്സ് മേടിക്കാൻ പണം കിട്ടാതെ വരുന്ന അവസരത്തിൽ, മാതാപിതാക്കൾ നൽകാതെ വരുന്ന അവസരത്തിലൊക്കെ തന്നെയും അവരെ ഇല്ലാതാക്കാൻ പോലും മടിക്കാത്ത രീതിയിലേക്ക് ഈ മക്കളൊക്കെ തന്നെയും എത്തിച്ചേരുന്ന കാഴ്ചകളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏവർക്കും അറിയേണ്ട, നമ്മൾ ഓരോരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊല്യൂഷൻ എന്താണ്, ഇതിനുള്ളൊരു സൊല്യൂഷനായിട്ടുള്ള എന്താണ്, ഇതിനുള്ളൊരു പരിഹാരമായിട്ടുള്ളൊരു കാര്യം, എങ്ങനെ കേരളത്തിൻ്റെ യുവതലമുറയെ നമുക്ക് മാറ്റിയെടുക്കാം, എന്തെല്ലാം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാം. ഈ കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു റൂട്ടിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെയും യുവതലമുറയെ നല്ല രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനും കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ യുവതലമുറയുടെ ഇടയിൽ നിന്ന് ഉണ്ടായി വരുന്നതിനെ പൂർണ്ണമായിട്ടും തടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ സിനിമയുടെയും സോഷ്യൽ മീഡിയ കണ്ടൻസിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ പറയുമ്പോൾ, ഗെയിമുകളുടെയും കാര്യമൊക്കെ നമ്മൾ പറയുമ്പോൾ അതിലൊക്കെ തന്നെയും വയലൻസ് പൂർണ്ണമായിട്ടും എടുത്ത് ഒഴിവാക്കിയിട്ടൊന്നും ഇനിയുള്ള കാലത്തേക്ക് അത്തരം കാര്യങ്ങൾ ഇറക്കുക, പുറത്തേക്ക് കൊണ്ടുവരിക, പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞതൊന്നും നടപടിയായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അവിടെയൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഏജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ വളരെയധികം ബ്രൂട്ടലായിട്ടുള്ള ഒരുപാടധികം സീനുകളുള്ള ഒരു നല്ലൊരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അത് കാണാനായിട്ട്, തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് OTTയിലേക്ക് എത്തുന്നുണ്ട്. ടെലഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക്, 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളിലേക്കൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പിന്നീട് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ്റർനെറ്റിൽ നിന്ന് എന്തും ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഈ എന്താണ് തെറ്റ്, എന്താണ് ശരിയെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രാപ്തമായിട്ടില്ലാത്ത കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് എത്തുന്നതിനെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. മനസ്സ് തുറന്ന് നിങ്ങളുടെ മക്കളോട് സംസാരിക്കുക. ഇനി കുട്ടികളാണെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അധികം സേഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരിടം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്താണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ആദ്യം അവരെന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുക ചെയ്യുമായിരിക്കും. പക്ഷേ കൃത്യമായിട്ടുള്ള അതിനുള്ളൊരു സൊല്യൂഷൻ അവരിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി പാരൻസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള മോശം സിറ്റുവേഷനുകളിലൂടെ തങ്ങളുടെ മക്കൾ കടന്നു പോവുകയാണെങ്കിൽ കൂടെയും അത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും മക്കൾ എത്തിച്ചേരുന്നതിനെ നമുക്ക് തീർച്ചയായിട്ടും തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാലഘട്ടം വളരെയധികം മോശമാണ്. വളരെയധികം മോശമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മളുടെ തെറ്റെന്താണ് ശരിയെന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത രീതിയിലുള്ള യുവതലമുറ
യുവതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒക്കെ തന്നെയും അവരെ കുഴിയിൽ ചാടിക്കാനായിട്ട് വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക്, വേണ്ടാത്ത ശീലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളുടെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിപ്പോൾ നിങ്ങൾ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ തന്നെയും വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് കാലം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വലിയ സുപ്രധാനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട, കുട്ടികളുമായി ബന്ധപ്പെട്ട, അവരുടെ വയലൻസുമായി ബന്ധപ്പെട്ട, ഡ്രഗുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൂടെയും അതൊന്നും എങ്ങും എത്താതെ പോകുന്നൊരു സാഹചര്യത്തിലൂടെയാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അത്രയും അധികം മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളായിട്ട്. എന്തിനേറെ പറയുന്നു, ഈ 2025 തുടങ്ങി 2 മാസങ്ങൾ പിന്നിടുമ്പോഴേക്ക് നമുക്ക് ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ മാത്രമേ വലിയ തോതിലുള്ള ഇമ്പാക്ട്സ് ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഡ്രഗ് ഹണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും എങ്ങും എത്താത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ പെൺകുട്ടികൾ വരെ ഈ ഡ്രഗ്സിൻ്റെ കാരിയേഴ്സായിട്ട് മാറുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകളെ പിടിക്കുക എന്നതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പതിയെ പെട്ടുപോയിട്ടുള്ള ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെയും ഒന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ നേരെ ഈ ലഹരിക്കെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനെതിരെ പോരാടുന്ന ആളുകളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. നേരെ മറിച്ച് നിരന്തരമായിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയിട്ട് കുറേ ഉപദേശങ്ങൾ യുവതലമുറയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും എങ്ങും എത്തുമെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു യുവതലമുറയാണ് നമുക്ക് ചുറ്റും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും വലിയ തോതിൽ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃത്യമായ നിലയിൽ പഠിച്ചു മനസ്സിലാക്കി നടപ്പിൽ വരുത്തുക എന്ന കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങി കടന്നു പോയെങ്കിലേ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകാതെ തന്നെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം ഈ യുവതലമുറയുടെ കാരണം കൊണ്ട് തന്നെ അവരിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ ഒരു ഭ്രാന്താലയമായിട്ടും അതിനപ്പുറത്തേക്ക് വയലൻസിൻ്റെ ഒരു സംസ്ഥാനം എന്ന രീതിയിലേക്ക് പോലും മാറി വരുന്നതായിരിക്കും. അത്തരത്തിലുള്ള കാഴ്ചകൾ, അത്തരത്തിലുള്ള നേർക്കാഴ്ചകൾ നമുക്ക് കൺമുന്നിൽ തന്നെ വൈകാതെ കാണാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്നതായിരിക്കും. ഇതൊരു ചെറിയ വിഷയമല്ല. യുവതലമുറയെ മൊത്തത്തിൽ നമ്മൾ കൃത്യമായ നിലയിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കി എന്താണ് അവരുടെ പ്രശ്നം, എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ട ഇടപെടലുകൾ ഇപ്പോൾ തന്നെ നടത്തിയിട്ടില്ല എങ്കിൽ വലിയ തോതിലുള്ള വില നമ്മളൊക്കെ തന്നെയും അതിന് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം ക്രൂരമായിട്ടുള്ള നമ്മളൊക്കെ തന്നെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങളും കേരളത്തിൽ അരങ്ങേറുമ്പോൾ അത് നമ്മൾ ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ യുവതലമുറയിൽ നിന്നാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ്റുകൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനൊക്കെ തന്നെയുമുള്ള നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ, നല്ല രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റുകളുടെ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താം. യുവതലമുറയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി, അതിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊക്കെ തന്നെയും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഞാൻ ക്ഷണിക്കുന്നു. താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുകൂടെ നിങ്ങൾ സംവദിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.